ഇപ്പോൾ പ്രഭവ കേന്ദ്രത്തിലേക്കാണ് രക്ഷാദൗത്യ സംഘം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണോ ഇത് സംഭവിച്ചത് അവിടേക്കാണ്. കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സംശയം, ആ ഒരു ആശങ്കയിലാണ് അവിടേക്ക് പോകുന്നത്. അവിടെ വീടുകളടക്കം തകർന്നിട്ടുണ്ട്. സൈന്യത്തിനൊപ്പം ന്യൂസ് മലയാളം ടീമും ആസിഫും ക്യാമറാമാൻ അരുണും അടക്കമുള്ള ന്യൂസ് മലയാളം ടീമും സൈന്യത്തിനൊപ്പം സഞ്ചരിച്ചാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 8 കിലോമീറ്ററോളം സൈന്യത്തിനൊപ്പം നടന്ന് അതീവ ദുഷ്കരമായ പാതയിലൂടെ 8 കിലോമീറ്ററോളം സൈന്യത്തിനൊപ്പം നടന്നാണ് ഈ ഒരു ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സൈന്യത്തിൻ്റെ എല്ലാവിധ അനുമതിയോടും കൂടിയാണ് ന്യൂസ് മലയാളം ടീം ഈ വാർത്ത പുറത്തേക്ക് എത്തിക്കുന്നത്. എല്ലാവിധ സുരക്ഷാ മുൻകരുതലും സ്വീകരിച്ച് തന്നെയാണ് സൈന്യത്തിനൊപ്പം ആ വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ തേടിയാണ് ആസിഫ് ഇപ്പോൾ അവിടുന്ന് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ആസിഫ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എവിടെയാണോ ഈ ഒരു ദുരന്തം സംഭവിച്ചത്, ദുരന്തത്തിൻ്റെ തുടക്കം അതെവിടെയാണ് സംഭവിച്ചത്, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഈ ഒരു ദൃശ്യം കാണുമ്പോഴാണ് നമുക്ക് കൃത്യമായ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി, നേർചിത്രം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അവിടെ വെറും പാറക്കൂട്ടങ്ങൾ മാത്രമാണ്. നേരത്തെ ആസിഫ് കാണിച്ചതുപോലെ ബൈക്ക് അടക്കമുള്ള വാഹനങ്ങളൊക്കെ അവിടെ തങ്ങിക്കിടക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം വരെ ആളുകൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശം, ഒരു മേഖല, അവിടെയാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്ന് ഇങ്ങനെ ഇല്ലാതായിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ സൈന്യം തിരച്ചിൽ നടത്തുന്നത്. ആസിഫിൻ്റെ വാക്ക് തന്നെ പറയാം, സൈന്യത്തിൻ്റെ ഒരു പോരാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. സൈന്യം മാത്രമാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതും ആസിഫ് പറഞ്ഞിരിക്കുന്നുണ്ട്. ആസിഫ് ഇപ്പോൾ 20 മിനിറ്റ് വേണം ആ പ്രഭവ കേന്ദ്രത്തിലേക്ക്, ആദ്യം ഉണ്ടായ വീടിനടുത്തേക്ക് എത്താനെന്ന് ആസിഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ അവിടേക്ക് സൈന്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഉള്ള തിരച്ചിലും നടക്കുന്നുണ്ട് എന്നാണ് സൈന്യം പറയുന്നത്. സൈനികർ നൽകുന്ന ആ വിവരങ്ങൾ എന്തെല്ലാമാണ് ആസിഫ്? ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ആദ്യ പ്രഭവ കേന്ദ്രമുണ്ടായ തകർന്ന വീടുകളടക്കം നമുക്ക് കാണാം. എന്തായാലും അങ്ങോട്ട് കടക്കാനുള്ള നമുക്ക് സൈന്യം നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, വളരെ ദുഷ്കരമായ പാതയിൽ കൂടി വനം വകുപ്പിന്റെ 2 ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം ഉണ്ട് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അവരാണ് വഴി കാട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ എത്ര വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ അവർ 40 വീടുകൾ ഉണ്ടായിരുന്നുള്ള ഇൻഫർമേഷൻ ആണല്ലോ അവർ തന്നിരിക്കുന്നത്. തീർച്ചയായും 40 വീടുകൾ ഇവിടെ എങ്ങനെ കോറികൾ നടത്തിയ സ്ഥലമാണ് ഇത്. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ അധികം പോകാൻ പാടില്ല. ഒരു സൈഡ് വെള്ളം വരുന്ന സൈഡിൽ ഇവിടെ 40 വീടുകൾ ഉണ്ടായിരുന്നാണ് ഇവർ പറയുന്നത്. അതെ, 40 വീടാണ്. അതെ, എന്തായാലും ഇത് മെയിൻ തുടങ്ങിയത് ഇവിടുന്നാണ് എല്ലാം അങ്ങോട്ടേക്ക് പോയത്. ഈ കാണുന്നതാണ് ലാസ്റ്റുള്ള വീട്. ഇപ്പം ഫോറസ്റ്റിന്റെ അടുത്ത് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റാർട്ടായത് ഇവിടുന്നാണ് സ്റ്റാർട്ടായത് പ്രശ്നം. അതെ തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സൈന്യത്തിന് ഒപ്പം. അതായത് ലാസ്റ്റ് വീട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നൽകാം. കാരണം എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. അത് അരുണ് ആ ഒരു ഇടവഴി കയറി വരാനുള്ളൊരു മാത്രം റോഡ് കാണാൻ പോയത് കാണാം. അങ്ങനെ അത്തരത്തിൽ ആ ഒരു ഓപ്പറേഷന്റെ ഏറ്റവും നിർണായകമായ എത്തിപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായി വലിയ ഒരു പ്രയാസമുണ്ടായിരുന്നു ഇങ്ങോട്ട് കടന്നു വരാൻ. അതിന്റെ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ സൈനികർ നമുക്ക് നൽകും. അവരുടെ അടുത്ത് പറഞ്ഞ ഇവിടെ ഒരു 50 വീടുള്ള സ്ഥലമായിരുന്നു. 50 വീട് വെച്ചാൽ ഏകദേശം ഒരു 200 ആള് ഇവിടുന്ന് താമസിച്ചിരുന്ന സ്ഥലമാണിത്. ഇതിപ്പോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിവിടെ എന്താ ഉള്ളതെന്ന്. സ്വാഭാവികമായും നമ്മളുടെ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവർ കുടുങ്ങിക്കിടക്കുന്നവരെയൊക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇവിടെ ഏറ്റവും അതീവ ദുഷ്കരമായ രക്ഷാദൗത്യമാണ് ഇപ്പോൾ സൈന്യം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ദുരന്തമുണ്ടായതിൻ്റെ പ്രഭവ കേന്ദ്രം, എവിടെയാണോ ഉരുൾപൊട്ടൽ ഉണ്ടായത്, ആ കുന്നിടിഞ്ഞു വീണത്, അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്കാണ് ന്യൂസ് മലയാളം ടീം, നമ്മുടെ റിപ്പോർട്ടർ ആസിഫും അതുപോലെ തന്നെ ക്യാമറ പേഴ്സൺ അരുണും അവിടെ എത്തിച്ചേർന്ന് അവിടെ നിന്നുമുള്ള ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര വലിയ ദുരന്തമാണ് സംഭവിച്ചത് എന്ന്. ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു നേർചിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.